ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഈ സെഷൻ ഇറാൻ ക്രൈസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സിനകത്തേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് നോട്ട്സും മറ്റ് PDF മെറ്റീരിയൽസും ലഭിക്കാനായി നമ്മുടെ ടെലഗ്രാം ചാനൽ, അതിൻ്റെ പേരും ദ സി എ അനലിസ്റ്റ് എന്ന് തന്നെയാണ്. ദ സി എ അനലിസ്റ്റ് എന്ന് തന്നെയാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. അതും എന്ത് ചെയ്യുക, നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിലെ സ്റ്റഡി മെറ്റീരിയൽ എന്ത് ചെയ്യുക, നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. ദ ഇറാൻ ക്രൈസിസ്. എന്താണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഇറാനിലെ ക്രൈസിസ് അറിയുന്നതിന് മുൻപ് ഇറാൻ്റെ ആ ഒരു ജോഗ്രഫിക്കൽ ഫാക്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറാനെ പറ്റി പറയുമ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഒരു മധ്യ ഏഷ്യൻ രാജ്യമാണ്, അല്ലേ? ഒരു മധ്യ ഏഷ്യൻ രാജ്യമാണ്, അല്ലെങ്കിൽ മിഡിൽ ഏഷ്യൻ അല്ലെങ്കിൽ മധ്യ ഏഷ്യൻ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ നേഷനാണ് ഈ പറയപ്പെടുന്ന ഇറാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യം അഥവാ ഒരു വെസ്റ്റേൺ ഏഷ്യൻ കൺട്രി കൂടിയാണ്. ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത്. ഇറാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ടെഹ്റാനാണ്, അല്ലേ? ഇറാന്റെ ക്യാപിറ്റൽ ടെഹ്റാനാണ്. ഇറാന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അഥവാ ഔദ്യോഗിക ഭാഷ അത് പേർഷ്യനാണ്. ഇറാന്റെ ഔദ്യോഗിക ഭാഷ അത് പേർഷ്യനാണ്. അതുകൊണ്ടാണ് പണ്ട് ഈ രാജ്യം അറിയപ്പെടുന്നത് പേർഷ്യ എന്ന പേരിലും ഈ രാജ്യം എന്ത് ചെയ്തിരുന്നു, അറിയപ്പെട്ടിരുന്നു. നോക്കണേ, ഇറാന്റെ സുപ്രീം ലീഡർ അഥവാ പരമാധികാരി എന്നറിയപ്പെടുന്നത് അയത്തുള്ള അലി ഖമനേയി എന്നാണ് പലപ്പോഴും വിളിക്കുക ഇദ്ദേഹത്തെ. ശരിക്കും അയത്തുള്ള അലി ഖമനേയി എന്നാണ് ഈ മനുഷ്യന്റെ പേര്. 1979 മുതൽ ഇറാന്റെ സുപ്രീം ലീഡർ അഥവാ പരമാധികാരി ഇദ്ദേഹമാണ്. ഇറാനിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന് താഴെയാണ് വരിക. 1979 മുതലാണ് അദ്ദേഹം ഭരണത്തിലേറുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1979 വരെ ഇറാൻ ഭരിച്ചിരുന്നത് ഷാ ഭരണകൂടമാണ്. ആ ഷാ ഭരണകൂടത്തെ താഴെ ഇറക്കാനായി വ്യാപാരികളും മറ്റ് ജനങ്ങളും ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഇസ്ലാമിക് റവല്യൂഷനിലൂടെ ഒരു ഇസ്ലാമിക വിപ്ലവം നയിച്ചുകൊണ്ടാണ്, ഇസ്ലാമിക് റവല്യൂഷൻ നയിച്ചുകൊണ്ടാണ് നമ്മുടെ അയത്തുള്ള അലി ഖമനേയി ഈ പറയുന്ന ഇറാന്റെ ഭരണം പിടിച്ചടക്കുന്നത്. അങ്ങനെ ഒരു ജനകീയ വിപ്ലവത്തിലൂടെ വന്ന ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയി മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ തനിക്കുണം കാണിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കുന്ന ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഈ പറയുന്ന പെൺകുട്ടികൾക്കും അവിടുത്തെ വനിതകൾക്കെല്ലാം വലിയ രീതിയിലുള്ള അടിച്ചമർത്തൽ നേരിടേണ്ടി വന്നു. അവിടെ ഒരുപാട് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളും അരങ്ങേറിയ രാജ്യം കൂടിയാണ് ഇറാൻ. അതിനെല്ലാം ഭരണകൂടം ശക്തമായി എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ മുന്നേറിപ്പോന്ന പല പല പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നെങ്കിലും, അയത്തുള്ള അലി ഖമനേയ്ക്കെതിരെ വന്നെങ്കിലും അതിനെല്ലാം അദ്ദേഹം അതിജീവിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷേ വിദഗ്ധർ ഇപ്പൊ ചൂണ്ടിക്കാട്ടുന്നത് പണ്ട് നടന്ന പ്രക്ഷോഭം പോലെ അല്ല ഇപ്പോഴത്തെ ഇറാൻ പ്രക്ഷോഭം. അത് ഖമനേയിയെ താഴെ ഇറക്കാൻ ശേഷിയുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നടക്കുന്ന ഈ ഒരു വിപ്ലവത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് 2025 ഡിസംബർ മാസത്തിന്റെ അവസാന നാളുകളിൽ ഈ പറയുന്ന ഇറാനില് നമ്മുടെ വ്യാപാരികൾ തുടങ്ങി വെച്ച കലാപമാണത്. ആ കലാപത്തിന്റെ കാരണം ഇറാനിലെ പണപ്പെരുപ്പം, അല്ലേ? ക്രമാതീതമായി അവിടെ പണപ്പെരുപ്പം ഉയരുന്നു, അവിടുത്തെ നാണയത്തിന് വിലയില്ലാതാവുന്നു, സാധനങ്ങൾക്കെല്ലാം കടുത്ത വിലക്കയറ്റം വരുന്നു. ഇതിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ, എപ്പോഴും ഒരു സിസ്റ്റം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അതിനെ സപ്രസ് ചെയ്യാനായിട്ട് അടിച്ചമർത്തുന്ന നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ബ്രേക്ക് ചെയ്ത് ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലേ? അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, കടുത്ത വിലക്കയറ്റവും ക്ഷാമവും പട്ടിണിയും ഒക്കെ വന്ന ആ ഒരു അവസരത്തിൽ ഒടുവിൽ അതിനെ ഒന്ന് ഈ പറയുന്ന ജനങ്ങളുടെ പ്രക്ഷോഭം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ പറയപ്പെടുന്ന ഇറാൻ ഭരണാധികാരിയായിട്ടുള്ള അയത്തുള്ള അലി ഖമനേയി ഈ ജനങ്ങൾക്ക് ചെറിയൊരു തുക, എല്ലാ ജനങ്ങൾക്കും ചെറിയൊരു തുക എന്ത് ചെയ്യുന്നുണ്ട്, മാസാമാസം നൽകുന്നുണ്ട്. പക്ഷേ അത് അവരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജലവിന് അത് ഈ പറയുന്ന മതിയാവതായിരുന്നില്ല. അങ്ങനെ വലിയ രീതിയിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയും വ്യാപാരികൾ ഡിസംബർ മാസം അവസാനം ആരംഭിച്ച ഈ കലാപം പിന്നീട് ഈ പറയപ്പെടുന്ന മറ്റ് വിഭാഗക്കാരിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വിദഗ്ധരും പറയുന്നത് അയത്തുള്ള അലി ഖമനേയിയെ താഴെ ഇറക്കാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ വിപ്ലവം എന്നാണ്. അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അവിടുത്തെ ഇന്റർനെറ്റ് എല്ലാം കട്ട് ചെയ്യുന്നു. ഏകദേശം 100-ൽ പരം ആൾക്കാർ മരണപ്പെട്ടു കഴിഞ്ഞു. 2500-ഓളം പേര് ജയിലിലാണ്. ഇപ്പോൾ എന്താണ് പുറത്ത് നടക്കുന്നത്? ആ ഭരണകൂടം ശക്തമായി അടിച്ചമർത്തുകയാണ്. അലി ഖമനേയി പറയുന്നത്
ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും കരുതിക്കൂട്ടി തങ്ങളുടെ രാജ്യത്ത് കലാപം സൃഷ്ടിക്കുകയാണ് എന്നാണ് അയത്തുള്ള അലി ഖമനേയി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അത് എവിടെ എത്തുമെന്ന് അറിയില്ല, അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അലി ഭരണകൂടം അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അമേരിക്കയുടെ താക്കീത് വരുന്നു, പ്രക്ഷോഭകാരികളെ തകർക്കാനാണ് അല്ലെങ്കിൽ കൊല ചെയ്യാനാണ്, ആക്രമിക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്നാണ് ആരുടെ നിലപാട്? അമേരിക്കയുടെ നിലപാട്. നോക്കാം നമുക്ക്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ, ഇറാന്റെ പ്രസിഡന്റ് പേര് മസൂദ് പെഷഷ്കിയാൻ എന്നാണ്. ഇറാന്റെ വൈസ് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് മുഹമ്മദ് റസ അരീഫ്. അപ്പൊ ഇറാന്റെ വൈസ് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് മുഹമ്മദ് റസ അരീഫ് എന്നാണ്. മുഹമ്മദ് റസ അരീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നോക്കാം നമുക്ക്. മാസീവ് ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ഇൻ ഇറാൻ എന്നവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അയത്തുള്ള അലി ഖമനേയിയുടെ ചിത്രമാണ് നിങ്ങൾ ആ കാണുന്നത്. അവിടുത്തെ ഇന്റർനെറ്റ് എല്ലാം കട്ട് ചെയ്ത് ഇപ്പോൾ ഒന്നും അറിയാൻ പാടില്ല, ആ ഒരു അവസ്ഥയിലൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് ഇറാനിൽ. നോക്കാം നമുക്ക്. ട്രംപിന്റെ നിലപാട് വരുന്നു. ട്രംപ് ഹാർഷ് വാർണിംഗ് ടു ഇറാൻ ഓവർ കില്ലിംഗ് പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് കൃത്യമായി അവിടെ പറയുന്നുണ്ട്. ഇനി ഈ ശരിക്കും പറഞ്ഞ അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ 2020 പകുതിക്കൊട്ടെ അടി തുടങ്ങിയതാണ്. അതായത് ആദ്യം ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി പലസ്തീനെ ആക്രമിക്കുകയാണ് അല്ലേ. ഇതിനെതിരെ ഇറാൻ ഒരു ശബ്ദമുയർത്തി. ഇങ്ങനെ ഓർക്കുക, വെറുതെ ഇരുന്ന ഇറാനുമായിട്ട് അപ്പോഴും പ്രശ്നമില്ല, ഇസ്രായേലിനെ ഇറാൻ കയറി ചൊറിഞ്ഞു. ഇറാൻ കയറി ചൊറിഞ്ഞപ്പോൾ ഇസ്രായേൽ കയറി ഇറാൻ അങ്ങ് മാന്തി. അതാണ് വെറുതെ ഇരുന്ന സിംഹമാണ് ആര്? ഈ പറയുന്ന ഇസ്രായേൽ. ആ സിംഹത്തെ ഇറാൻ പോയി എന്ന് ചൊറിഞ്ഞു. അപ്പോഴേക്ക് ആ സിംഹം സടകൊടുന്ന് എഴുന്നേറ്റു. ഓപ്പറേഷൻ വിളിച്ച പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. അപ്പൊ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. കേട്ടോണേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചങ്സ് ആണ്. എടാ, ഇസ്രായേലും ഇറാനും തമ്മിലാണ് പ്രശ്നം. അമേരിക്ക അവിടെ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇറാനുമായിട്ടുള്ള പ്രശ്നം നടക്കവേ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അത് ചുവട് വെച്ചുകൊണ്ട് അമേരിക്ക ആരാക്രമിച്ചു? ഇറാൻ ആക്രമിക്കുന്നു. ഇങ്ങനെ ഓർക്കുക, ഇറാനെ അർദ്ധരാത്രി ഒരു ചുറ്റി കൊണ്ട് അടിച്ചു ആര്? അമേരിക്ക. അപ്പൊ ഓർക്കുക, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാനിൽ നടത്തിയ ഒരു ബോംബിംഗ് ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. മിഡ് നൈറ്റ് അർദ്ധരാത്രി, ഹാമർ ചുറ്റുക, മിഡ് നൈറ്റ് ഹാമർ തലക്കിട്ട് അടിച്ചു. അപ്പൊ റൈസിംഗ് ലയൺ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു, റൈസിംഗ് ലയൺ. അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നു, മിഡ് നൈറ്റ് ഹാമർ. ഇതിന് മറുപടിയായി, തിരിച്ചടിയായി ഈ പറയുന്ന ഇറാൻ എന്ത് ചെയ്തു? ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ, അമേരിക്ക ആക്രമിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. അതിന് മറുപടിയായിട്ട് ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമ ഏഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ ബാഷറത്ത് അൽഫത്ത്. ഓപ്പറേഷൻ ബാഷറത്ത് അൽഫത്ത് എന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ബാഷറത്ത് ഫത്തേഹ് എന്ന് പറയാം. അപ്പൊ രണ്ടുപേരും അറിയപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ ബാഷറത്ത് അൽഫത്ത് എന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ബാഷറത്ത് ഫത്തേ എന്നാണ് അതിനെ വിളിച്ച പേര്. ഇനി അത് പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഏറെ നാളുകളായി റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കണം അല്ലേ. റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഉക്രൈൻ തിരിച്ചൊരു പണി കൊടുത്തു, ഒരു യമണ്ടൻ പണി റഷ്യക്കിട്ട് കൊടുത്തു. റഷ്യയിലെ 5 വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഒരു ഡ്രോൺ ആക്രമണമുണ്ട്. ആ ഡ്രോൺ ആക്രമണത്തിന് വിളിച്ച പേരാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. അപ്പൊ റഷ്യയിലെ 5 വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ്റെ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട, ഇന്ത്യ അടുത്തിടെ നടത്തിയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ഓപ്പറേഷൻ സിന്ധു. എന്താണ് ഓപ്പറേഷൻ സിന്ധു? ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം നടക്കുന്ന ആ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി
ഈ പറയുന്ന ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നറിയണം. എടാ, മ്യാൻമാറിൽ അടുത്തിടെ ഒരു ഭൂചലനം ഉണ്ടാവുന്നുണ്ടല്ലേ? മ്യാൻമാറിൽ ഭൂചലനം ഉണ്ടായി. മ്യാൻമാറിൽ ഭൂചലനം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ അജയ് എന്ന് നിങ്ങൾ അറിയണം. എടാ, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം നടക്കുന്നുണ്ടല്ലേ? ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ തുടർന്ന് ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ പലസ്തീൻ സംഘർഷം അഥവാ ഇസ്രായേൽ ഹമാസ് പോരാട്ടം അല്ലേ? ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തെ തുടർന്ന് ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ഗംഗ എന്നറിയണം. എന്താണ് ഓപ്പറേഷൻ ഗംഗ? എടാ, റഷ്യ ഉക്രൈൻ യുദ്ധം അല്ലേ? റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ. അപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ കാവേരി? നമുക്കറിയാം, സുഡാൻ എന്ന് പറയുന്ന രാജ്യം അല്ലേ? സുഡാനുണ്ട്, സൗത്ത് സുഡാനുണ്ട്. രണ്ടും ഒരു രാജ്യം, ഒറ്റ രാജ്യമായിരുന്നു. 2011 രണ്ട് സ്പ്ലിറ്റായി. അങ്ങനെ സുഡാനിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. രണ്ട് ഫോഴ്സ് തമ്മിൽ അവിടെ അധികാരത്തിന് വേണ്ടി അടി നടക്കുകയാണ്. അങ്ങനെ ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി. അപ്പൊ ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ദേവീശക്തി? നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ ഭരണം താലിബാൻ ഭരണകൂടം പിടികൂടുന്നുണ്ടല്ലേ? അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഭരണകൂടം പിടികൂടിയപ്പോൾ അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ദേവീശക്തി. അപ്പൊ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചടക്കിയപ്പോൾ അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദേവീശക്തി. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നറിയണം. എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം അരങ്ങേറുന്നുണ്ട്. ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പൊ ഒന്നും കൂടി, ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ദെൻ എന്താണ് ഓപ്പറേഷൻ സുരംഗ്? ഓപ്പറേഷൻ സുരംഗ് എന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി എന്നോ പറയാം. നമുക്കറിയാം, ഇത് നടക്കുന്നത് 2023 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഉത്തരകാശിയിലെ സിൽക്യാര എന്ന് പറയുന്ന ഒരു തുരങ്കമുണ്ട്. ഉത്തരകാശിയിലെ സിൽക്യാര തുരങ്കത്തില് ആ തുരങ്ക നിർമ്മാണത്തിനിടയ്ക്ക് കുറച്ച് തൊഴിലാളികൾ അവിടെ കുടുങ്ങിപ്പോയി. ആ തുരങ്ക നിർമ്മാണത്തിനിടയ്ക്ക് കുടുങ്ങിപ്പോയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും ഉത്തരാഖണ്ഡ് സർക്കാർ നൽകിയ ഒഫീഷ്യൽ നെയിം, ഉത്തരാഖണ്ഡ് സർക്കാർ ആ ഓപ്പറേഷൻ നൽകിയ ഔദ്യോഗിക നാമം ഓപ്പറേഷൻ സിന്ദഗി എന്നാണ്. എന്നാൽ അവിടെ ആദ്യം എത്തിയ ഒരു മലയാളി റിപ്പോർട്ടർ, എവിടെ പോയാലും നമ്മളാണുള്ള പ്രശ്നം, അവിടെ ആദ്യം എത്തിയ മലയാളി റിപ്പോർട്ടർ അയാൾ സ്വയം ഒരു പേരങ്ങിട്ടു, അതാണ് സുരംഗ്. സുരംഗ് എന്ന് പറഞ്ഞാൽ തുരങ്കം എന്നാണ് അർത്ഥം. അങ്ങനെ ആ പേര് വലിയ രീതിയിൽ പ്രചാരം ഉണ്ടായി. അങ്ങനെ ഒഫീഷ്യൽ നെയിം വരുന്നതിന് മുൻപ് തന്നെ ഇതിന് പ്രചാരം ലഭിച്ചു. അങ്ങനെ ഒഫീഷ്യൽ നെയിം ഈ പേരിൽ മുങ്ങിപ്പോയി. അപ്പൊ സിന്ദഗി എന്ന് പറയുന്ന ഒഫീഷ്യൽ നെയിം ഈ സുരംഗ് എന്ന് പറയുന്ന മലയാളി റിപ്പോർട്ടർ കൊടുത്ത പേരിൽ മുങ്ങിപ്പോവുകയാണ്. ഞാൻ തന്നെ മുങ്ങിത്തപ്പി എടുത്താണ് ഈ പേര്. അപ്പൊ നിങ്ങൾ രണ്ടും പഠിക്കുക. കേരള PSC ഏതാ പറയാന്ന് പറയാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ സുരംഗ് എന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദഗി എന്ന് പഠിക്കാം. ഇനി എന്താണ് ഓപ്പറേഷൻ ദോസ്ത്? എന്താണ് ഓപ്പറേഷൻ ദോസ്ത് എന്നറിയണം. എടാ, സിറിയ തുർക്കി പ്രദേശത്ത് അടുത്തിടെ ഒരു ഭൂചലനം ഉണ്ടാവുന്നുണ്ട്. സിറിയ തുർക്കി പ്രദേശത്ത് ഒരു ഭൂചലനം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പോൾ സിറിയ തുർക്കി ഭൂകമ്പബാധിത മേഖലയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പോൾ സിറിയ തുർക്കി ഭൂകമ്പബാധിത മേഖലയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ഹോപ്പ്? നടക്കുന്നത് 2023 മെയ് മാസമാണ്. അതായത് 2023 മെയ് മാസം ഈ പറയുന്ന കൊളംബിയയിൽ നിന്ന് ഒരു യാത്രാ വിമാനം
ഒരു കുടുംബത്തിലെ 7 പേരെ വഹിച്ചുകൊണ്ട് ആമസോൺ മഴക്കാട് വഴി കടന്നു പോവുകയാണ്. അങ്ങനെ ആമസോൺ മഴക്കാട് വഴി ഈ വിമാനം കടന്നു പോകുമ്പോൾ ഈ ആമസോൺ മഴക്കാട്ടിൽ ഈ വിമാനം തകർന്നു വീഴുകയും അതിനകത്ത് 7 യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ 3 പേര്, 4 പേര് കുട്ടികളും 3 പേര് മുതിർന്ന ആൾക്കാരുമാണ്. ഈ മുതിർന്ന ആൾക്കാർ തൽക്ഷണം മരണപ്പെടുന്നു. കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അടുത്ത 40 ദിവസം ആ കൊടുങ്കാട്ടിൽ ഈ കുട്ടികൾ അതിജീവിക്കുന്നുണ്ട്. 40ാമത്തെ ദിവസമാണ് കൊളംബിയൻ സർക്കാർ ഈ പറയുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടുന്നത്, കണ്ടെത്തുന്നത്. ആ ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. അപ്പൊ 2021 മെയ് മാസം ആമസോൺ വനത്തിലകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ സാഗർ ബന്ധു? ഇത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസം ദിത്വ ചുഴലിക്കാറ്റ് വീശിയടിച്ചു അല്ലേ? ദിത്വ ചുഴലിക്കാറ്റ് വീശിയടിച്ചപ്പോൾ നാശം വിതച്ച നമ്മുടെ ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇന്ത്യ ഏറ്റവും ഒടുവിലായിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു അല്ലെ? അപ്പൊ ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണടാ ഓപ്പറേഷൻ സാഗർ ബന്ധു. ഈ പറയുന്ന ദിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത്? ദിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് അത് യമനാണ്. അപ്പൊ ദിത്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഏതാണ്? അത് യമൻ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഇനി എന്താണ് ഓപ്പറേഷൻ മഹാദേവ്? നമുക്കറിയാം പെഹൽഗാം അറ്റാക്ക് അല്ലേ? പെഹൽഗാം അറ്റാക്കിന് നമ്മൾ മറുപടി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന പെഹൽഗാം ആക്രമണത്തിന് കാരണക്കാരായ 3 തീവ്രവാദികളെ 2025 ജൂലൈ മാസം ഇന്ത്യൻ സൈന്യം വധിക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. അപ്പൊ പെഹൽഗാം ആക്രമണത്തിന് കാരണക്കാരായ 3 തീവ്രവാദികളെ 2025 ജൂലൈ മാസം ഇന്ത്യൻ സൈന്യം വധിച്ച ഓപ്പറേഷൻ വിളിച്ച പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പറേഷൻ ആക്രമൺ? നമുക്കറിയാം 2021 ഏപ്രിൽ മാസം 22-ാം തീയതി പെഹൽഗാം അറ്റാക്ക് നടന്നു. ഉടനെ തന്നെ ഇന്ത്യൻ വ്യോമസേന സടകുടന്ന് എഴുന്നേറ്റു. അവർക്ക് ഉറപ്പാണ്, അടി ഉറപ്പാണെന്ന് ഉറപ്പായി. അപ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേന എന്ത് ചെയ്തു? ഒന്ന് പ്രിപ്പയർഡായി. അകത്തുണ്ടായിരുന്ന നമ്മുടെ സുഗോയിനെയും റഫാലിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒരു വ്യോമ അഭ്യാസം അങ്ങ് സംഘടിപ്പിച്ചു. അപ്പോൾ 2025 ഏപ്രിൽ മാസം ഇന്ത്യൻ വ്യോമസേന സംഘടിപ്പിച്ച വ്യോമ അഭ്യാസത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ആക്രമൺ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്തത് ഇറാൻ ക്രൈസിസും അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുമാണ് ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേരും ദ CA അനലിസ്റ്റ് എന്നാണ്. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഒരു സുഹൃത്തിലേക്ക് കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.